മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് മുതലാമസ് ആണ്. സോ നാളെയാണല്ലേ നമ്മുടെ ബേസിക് സയൻസിന്റെ എക്സാം. ഇതുവരെയുള്ള എല്ലാ പരീക്ഷകളും നമ്മൾ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബേസിക് സയൻസ് നമുക്ക് സെറ്റ് ആക്കണം. 20 മാർക്കിനാണ് കെമിസ്ട്രിയിൽ നിന്ന് ചോദ്യങ്ങൾ വരാം അല്ലെ. 2 ചാപ്റ്റർ ഉണ്ട്, അതുകൊണ്ട് തന്നെ 2 ചാപ്റ്ററിനും ഈക്വൽ വെയിറ്റേജ് ആയിരിക്കും. പിന്നെ പരീക്ഷ നല്ല ടഫായിരിക്കും. ആ ഒരു ബോധ്യം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും വേണം. അത് മാത്രമല്ല, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതെല്ലാം നമുക്ക് പഠിക്കാനും ഉണ്ട്. സോ അത്യാവശ്യം നല്ല രീതിയിൽ ടഫായിരിക്കും. അപ്പൊ നമ്മുടെ പുതിയ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മിസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 20ൽ 20 എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. സോ എല്ലാവരും റെഡി ആയിട്ടിരുന്നോ. നമ്മളിതാ തുടങ്ങുകയാണ്. ഒന്നാമത്തെ ചോദ്യം എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിക്കേ. മാച്ച് ദ ഫോളോയിങ്. ചേരുംപടി ചേർക്കാം. ഇതിന് മുമ്പേയൊക്കെ ആണെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആണെങ്കിൽ 2 മാർക്ക് 3 മാർക്ക് ഒക്കെ നമുക്ക് കിട്ടും. പക്ഷെ ഇപ്പൊ മാച്ച് ദ ഫോളോയിങ് ചെയ്താൽ നമുക്ക് ഒറ്റ മാർക്കേ കിട്ടുള്ളൂ. നമ്മൾ ഓപ്ഷൻ ആണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ ഇത്തരം ചോദ്യങ്ങളാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് അറിയപ്പെടുന്നത് അല്ലെ. ശരി, നമുക്ക് നോക്കാം. എലമെന്റ് സിമ്പലും മൂലകവും അവരുടെ പ്രതീകവും ഉണ്ട്. ഗോൾഡിന്റെ സിമ്പൽ എന്താ? ഗോൾഡ് എടുത്തു കഴിഞ്ഞാൽ ഓറം എന്ന് പറയുന്ന ലാറ്റിൻ നെയിമിൽ നിന്നാണ് ഗോൾഡിന്റെ സിമ്പൽ വന്നിട്ടുള്ളത് അല്ലെ. സോ ഗോൾഡിന്റെ സിമ്പൽ എന്ന് പറയുന്നത് AU ആയിരിക്കും. എന്താണ് മക്കളെ ഗോൾഡിന്റെ സിമ്പൽ? ഗോൾഡിന്റെ സിമ്പൽ എന്ന് പറയുന്നത് AU ആയിരിക്കും. ഇനി അയൺ. അയൺ എടുത്തു കഴിഞ്ഞാൽ അയണിനും ഫെറം എന്ന ലാറ്റിൻ നെയിമിൽ നിന്നാണ് പേര് വന്നിട്ടുള്ളത് അല്ലെ. സോ അയണിന്റെ സിമ്പൽ എന്ന് പറയുന്നത് FE ആണ്. അടുത്തത് പൊട്ടാസ്യം ആണ്. പൊട്ടാസ്യത്തിന്റെ സിമ്പൽ വരുന്നത് നമുക്കറിയാലോ, കാലിയം എന്ന ലാറ്റിൻ നെയിമിൽ നിന്നാണ് പൊട്ടാസ്യത്തിന്റെ സിമ്പൽ വന്നിട്ടുള്ളത്. സോ K ആണ് പൊട്ടാസ്യത്തിന്റെ സിമ്പൽ. ആൻഡ് ഫൈനലി സോഡിയം, നേട്രിയം എന്ന ലാറ്റിൻ നെയിമിൽ നിന്നാണ് വന്നിട്ടുള്ളത്. സോ Na ആണ്. ഓപ്ഷൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഏതാ വരിക? 1 വരുന്നത് D ആണ് അല്ലെ. 2 വരുന്നത് ഏതാ? 2 വരുന്നത് A ആണ്. 3 വരുന്നത് B, 4 വരുന്നത് C. സോ DABC ഓപ്ഷൻ ഉണ്ടോ? DABC. യെസ്, നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സിമ്പിൾസ് അതിന്റെ ഒറിജിൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ലാറ്റിൻ നെയിമിൽ നിന്ന് പേര് വന്നിട്ടുള്ള വേറെ കുറച്ച് ആൾക്കാർ കൂടി ഉണ്ട് അല്ലെ. കുപ്രം, നമ്മുടെ കോപ്പർ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി ഇതേപോലെ സയന്റിസ്റ്റിന്റെ പേരിൽ നിന്ന് സിമ്പിൾ വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. ക്യൂരിയം ഉണ്ട്, ഐൻസ്റ്റീനിയം ഉണ്ട്, റിദർഫോർഡിയം ഉണ്ട്. ഓക്കെ, ഇനി രാജ്യത്തിന്റെ പേരിൽ നിന്ന് വന്നിട്ടുണ്ട്. പൊളോണിയം ഉണ്ട്, ഫ്രാൻഷ്യം ഉണ്ട്, അമേരീഷ്യം ഉണ്ട്, ജർമ്മേനിയം ഉണ്ട്. പിന്നെ കോണ്ടിനെന്റ്സ്, ഭൂഖണ്ഡങ്ങളുടെ പേരിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ട്, നമ്മുടെ യൂറോപ്യം പോലെ അല്ലെ. പിന്നെ അതേപോലെ പ്ലാനറ്റ്സിന്റെ പേരിൽ നിന്നുണ്ട്. പ്ലൂട്ടോണിയം ഉണ്ട്, നെപ്റ്റ്യൂണിയം ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് എന്റെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കുക. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ടോപ്പിക്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 2 സ്റ്റേറ്റ്മെന്റ്സ്. ഇതാണ് സ്റ്റേറ്റ്മെന്റ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുണ്ടാവും. പക്ഷെ ഇത് നല്ല ടഫാണ് അല്ലെ. നമ്മൾ കറക്റ്റ് ആയിട്ട് 2 സ്റ്റേറ്റ്മെന്റും ഐഡന്റിഫൈ ചെയ്താലേ 1 മാർക്ക് കിട്ടുള്ളൂ. ഒരെണ്ണം ശരിയാക്കിയാലൊന്നും നമുക്ക് മാർക്ക് കിട്ടില്ല. സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഫോട്ടോസിന്തസിസ് ഈസ് എ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. പ്രകാശ സംശ്ലേഷണം ഒരു പ്രകാശ രാസപ്രവർത്തനമാണ്. ശരിയാണോ തെറ്റാണോ? ഇത് ശരിയാണ് അല്ലെ. ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് അവിടെ ലൈറ്റ് എനർജീനെ അബ്സോർബ് ചെയ്യും, പ്രകാശോർജത്തെ ആഗിരണം ചെയ്യും. അപ്പൊ നമുക്കറിയാം, ലൈറ്റ് എനർജീനെ അബ്സോർബ് ചെയ്താലോ റിലീസ് ചെയ്താലോ അത് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ആണ്, പ്രകാശ രാസപ്രവർത്തനമാണ്. സോ ഇത് സ്റ്റേറ്റ്മെന്റ് 1, പ്രസ്താവന 1 കറക്റ്റ് ആണ്. ഇനി പ്രസ്താവന 2 എന്താ? ലൈറ്റ് എനർജി ഈസ് റിലീസ്ഡ് ഇൻ ദിസ് റിയാക്ഷൻ. ഈ പ്രവർത്തനത്തിൽ പ്രകാശോർജം പുറത്തുവിടുന്നു. അത് ശരിയാണോ? ലൈറ്റ് എനർജി റിലീസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്? അല്ല, സൺലൈറ്റിന്റെ പ്രസൻസിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് അല്ലെ. സോ ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ലൈറ്റ് എനർജിനെ നമ്മുടെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുക, പ്രകാശോർജത്തെ ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് തെറ്റാണ് അല്ലെ. ഈ പ്രസ്താവന 2 തെറ്റാ. അപ്പൊ ഓപ്ഷൻ ഏതാ വരിക? സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്, രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ഓപ്ഷൻ ഉണ്ടോ? ഏതുണ്ട്? യെസ്, ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി. അപ്പൊ ഇതേപോലെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡിഫറെന്റ് ഫോംസ് ഓഫ് എനർജി ആർ അബ്സോർബ്ഡ് ഓർ ലിബറേറ്റഡ് ഇൻ കെമിക്കൽ റിയാക്ഷൻസ് അല്ലെ. അത് നമുക്കറിയാം, രാസപ്രവർത്തനം നടക്കുമ്പോൾ വ്യത്യസ്ത രൂപത്തിലുള്ള ഊർജ്ജങ്ങളെ ആഗിരണം ചെയ്യപ്പെടുകയോ സ്വതന്ത്രമാക്കപ്പെടുകയോ ചെയ്യാറുണ്ട് അല്ലെ. ഇപ്പൊ തെർമോ കെമിക്കൽ ആണെങ്കിൽ ഹീറ്റ് എനർജി, ഫോട്ടോ കെമിക്കൽ ആണെങ്കിൽ ലൈറ്റ് എനർജി, ഇലക്ട്രോ കെമിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി. അപ്പൊ രാസോർജം
താപോർജം, പ്രകാശോർജം, വൈദ്യുതോർജം ഇതൊക്കെ ഒന്നെങ്കിൽ ആഗിരണം ചെയ്യപ്പെടാം അല്ലെങ്കിൽ പുറത്തേക്ക് വരാം. ചോദ്യം എന്താ? റൈറ്റ് എ കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് ഹീറ്റ് ഈസ് അബ്സോർബ്ഡ്. നോക്ക്, താപം ആഗിരണം ചെയ്യപ്പെടുന്ന ഒരു രാസപ്രവർത്തനം പറയുക. അപ്പൊ അതിന് ഏതാ നമുക്ക് എക്സാമ്പിൾ പഠിക്കാനുള്ളത്? സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, ഹീറ്റിംഗ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലെ. പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ചൂടാക്കുന്നു. അപ്പൊ നമുക്ക് രണ്ട് റിയാക്ഷൻ ആണ് ഈ താപം ആഗിരണം ചെയ്യുന്നതിൽ പഠിക്കാനുള്ളത്. ഒന്ന് അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും തമ്മിലുള്ള റിയാക്ഷൻ. രണ്ട്, പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ചൂടാക്കുന്നു. അപ്പൊ ജസ്റ്റ് എഴുതിയാൽ മതി, പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ചൂടാക്കുന്ന പ്രവർത്തനം. അങ്ങനെ എഴുതി കൊടുത്താൽ മാത്രം മതി, സിമ്പിൾ ആണ്. ഇനി വാട്ട് ഈസ് ദ ജനറൽ നെയിം ഓഫ് സച്ച് റിയാക്ഷൻസ്? ഇത്തരം പ്രവർത്തനങ്ങളുടെ പൊതുവായ പേരെന്താ? എന്താ വിളിക്കുക? ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയോ റിലീസ് ചെയ്യുകയോ ചെയ്താൽ അത്തരം റിയാക്ഷൻസിനെ നമുക്ക് തെർമോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയാം അല്ലെ. തെർമോ കെമിക്കൽ റിയാക്ഷൻസ് അഥവാ താപരാസ പ്രവർത്തനം എന്ന് പറയാം. ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരും, അപ്പൊ എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ എഴുതേണ്ടതെന്ന് ഡൗട്ട് വരും. അങ്ങനെയാണെങ്കിൽ ബ്രാക്കറ്റിൽ അതും കൂടെ എഴുതി വെച്ച് ഒരു പ്രശ്നമില്ല, ഇത് രണ്ടും എഴുതിക്കോ. അപ്പോൾ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്താൽ എൻഡോതെർമിക് ആണ്, റിലീസ് ചെയ്താൽ എക്സോതെർമിക് ആണ്. താപോർജ്ജത്തെ ആഗിരണം ചെയ്താൽ താപാഗിരണ പ്രവർത്തനം എന്നും പുറത്തേക്ക് വിട്ടാൽ താപമോചകം എന്നും പറയാം. പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യും, താപോർജ്ജത്തെ ആഗിരണം ചെയ്യും അല്ലെ. അതുകൊണ്ട് ഇതൊരു ആഗിരണ പ്രവർത്തനം അല്ലെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. അതും കൂടെ എഴുതി കൊടുത്തോ, ഒരു പ്രശ്നവും ഇല്ല. ഡൗട്ട് ഉണ്ട്, അത് ഏതാ എഴുതുന്നതിന് ഡൗട്ട് വന്ന് രണ്ടും എഴുതി കൊടുത്തു, ഒരു പ്രശ്നമില്ല. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നോക്കിക്കേ, ഇൻ 1 molecule ഓഫ് അമോണിയ 3 hydrogen atoms and 1 nitrogen atoms are present. അപ്പൊ ഒരു മോളിക്യൂള് അമോണിയ എടുത്തു കഴിഞ്ഞാൽ അവിടെ 3 ഹൈഡ്രജൻ ആറ്റവും 1 നൈട്രജൻ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് എ മോളിക്യൂൾ ഓഫ് അമോണിയ. അമോണിയയുടെ ഈ ഒരു മോളിക്യൂളിന്റെ തന്മാത്രാ സൂത്രം എഴുതുക, രാസസൂത്രം എഴുതുക. എങ്ങനെയാ വരിക? 1 നൈട്രജൻ ആണ് അല്ലെ. സോ 1 N കൊടുത്തു. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ ഉണ്ട്. ഇങ്ങനെയാണോ മിസ് എഴുതേണ്ടത്? അല്ല, ഇങ്ങനെയാണ്, റൈറ്റ് സൈഡിലാണ് എഴുതേണ്ടത് അല്ലെ. അപ്പൊ അമോണിയ എന്ന് പറഞ്ഞാൽ അത് NH3 ആണ്. ഹൗ വിൽ യു റെപ്രസെന്റ് 10 molecule ഓഫ് അമോണിയ? നമ്മുടെ കയ്യിൽ 10 അമോണിയ തന്മാത്രകളുണ്ട്. എങ്ങനെയാ കാണിക്കുക? ഇങ്ങനെ 10 NH3 ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. 10 NH3 എന്ന് എഴുതാം. ഇനി അടുത്തത്, ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 10 molecules ഓഫ് അമോണിയ. 10 അമോണിയ തന്മാത്രയിൽ ആകെ ആറ്റങ്ങൾ എത്രയുണ്ട് എന്നാണ് നോക്കേണ്ടത്. അപ്പൊ നമ്മുടെ കയ്യിൽ 10 അമോണിയ ഉണ്ട്, ശരിയല്ലേ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇപ്പൊ നമ്മുടെ കയ്യിൽ 10 പേനയുണ്ട്. ഒരു പേനയ്ക്ക് 3 രൂപയാ. അപ്പൊ 10 പേനയ്ക്ക് എത്ര രൂപ എന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. സോ അതേപോലെ തന്നെ ഒരു അമോണിയയിൽ എത്ര ആറ്റം ഉണ്ട് എന്ന് കണ്ടെത്താം. ഒരു അമോണിയയിൽ എത്ര ആറ്റം ഉണ്ട്? 1 നൈട്രജൻ ഉണ്ട്, 3 ഹൈഡ്രജൻ ഉണ്ട്. സോ ടോട്ടൽ ഉള്ളത് 4 ആറ്റമാ. ഒരു അമോണിയ മോളിക്യൂളിൽ 4 ആറ്റം ഉണ്ട്. അപ്പൊ 10 അമോണിയയിൽ എത്ര ആറ്റം ഉണ്ടാവും? 10 × 4 40 ആറ്റങ്ങൾ ഉണ്ടാവും, ശരിയല്ലേ. യെസ്. അപ്പോ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും പരീക്ഷയ്ക്ക് അമോണിയ അല്ലെ സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചിരിക്കും. അത് കൃത്യമായിട്ട് ആറ്റംസിന്റെയും മോളിക്യൂൾസിന്റെയും എണ്ണം എഴുതാൻ അറിഞ്ഞിരിക്കണം മക്കളെ. ഇനി ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട് തരാനായിട്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് വൈകിട്ടത്തെ മാരത്തോണിലായിരിക്കും. അപ്പൊ കൃത്യം 7:15 എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും നമ്മുടെ മെഗാ മാരത്തോണിലേക്ക് എത്തണം. സോ ഒന്നും വേണ്ട, എല്ലാവരും അടിപൊളിയായിട്ട് ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് പോരാ. നിങ്ങളെ പഠിപ്പിച്ച് സെറ്റാക്കി തരുന്നതായിരിക്കും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.